കാലം ഏറെ കടന്നു. 2024 നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മുടെയൊക്കെ ചിന്തകളും കാഴ്ചപ്പാടുകളും മാറി. ലോകമെമ്പാടുമുള്ള മനുഷ്യരെ മനസ്സിലാക്കി കഴിഞ്ഞ മലയാളി അവരുടെയൊക്കെ രീതികളും അവലംബിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇന്നിൻ്റെ സത്യമാണ്. മലയാളികൾ ആഗോള പൗരന്മാർ ആയിത്തീർന്നു. വാർദ്ധക്യം ഒരു സൗഭാഗ്യമാണ്. എന്നാൽ മാറുന്ന തൊഴിൽ ജീവിത സാഹചര്യങ്ങൾക്കൊത്തുപോകുമ്പോൾ മക്കൾക്ക് തങ്ങളെ ശുശ്രൂഷിക്കുവാൻ കഴിയാതെ പോകുന്നു. ഇന്ന് തനിച്ചായി പോകുന്ന വയോധികർ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല മക്കൾക്ക് മാതാപിതാക്കളെ നോക്കാൻ സാധിക്കാത്തത്. അവരുടെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ്. നിസ്സഹായ അവസ്ഥയിലുള്ള മക്കൾ, അവരുടെ മാതാപിതാക്കൾ, അവർ തമ്മിലുള്ള ഒരു ചെറിയ രംഗം ചിത്രീകരണമായി നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. കാരയ്ക്കൽ സെൻറ് തോമസ് മാർത്തോമ പള്ളിയിലെ സീനിയർ ഫെലോഷിപ്പ് അംഗങ്ങൾ. കുടുംബം സ്വർഗത്തിൻ്റെ പതിപ്പ്. പിന്നെ വായിച്ചു വളരണമെന്നല്ല പ്രമാണം. ഈ പുസ്തകമൊക്കെ കൊടുത്ത് വായിക്കല്ലോ, നിങ്ങൾ പൊടി പിടിച്ച് പോവാം ഷെൽഫിലേക്ക്. രാവിലെ തന്നെ കണ്ണും കാണുന്നില്ല. ജോസ്മോനെ നീയായിരുന്നു? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ മോനെ, 60 വർഷമായി അച്ഛൻ്റെ കൈ പിടിച്ച് ഈ വീട്ടിലോട്ട് വന്നിട്ട് ഞാനതങ്ങ് മറന്നുപോയായിരുന്നു. എന്നാലും മോനെ നീ അത് ഓർത്തിരുന്നല്ലോ. എല്ലാരും കൂടെ അല്ലയോ വരുന്നത്? അത് ശരിയാ. പിള്ളേരുടെ പഠിത്തമൊന്നും ഉഴപ്പല്ലേ. ഞാൻ അച്ഛൻ്റെ ഫോൺ കൊടുക്കട്ടെ? ജോസ്മാനെ, എന്തുണ്ട് വിശേഷം? അവിടെ സുഖമായിരിക്കുന്നു മോനെ. മോൻ വരുന്നുണ്ടല്ലേ? അത് കേട്ടതിൽ വളരെ സന്തോഷം. മോനൊരു കാര്യം ചെയ്യും, ജോസിമോളോട് പറയാം, അവരും കൂടെ വരാൻ പറ്റും, വരാൻ പറ. ഓ അത് ശരി. എന്നാ പിന്നെ മോനെ ടിക്കറ്റ് എടുത്തിട്ട് ഡേറ്റ് ഒന്ന് അറിയിക്കേ. എന്നാ വെച്ചോട്ടെ. ഓക്കെ എന്നാ. ഓക്കെ. അച്ചായ, പിള്ളേരെല്ലാം കൂടെ വരുന്നെങ്കിലും നമുക്ക് പള്ളിക്കാരെയും വീട്ടുകാരെയും അയൽവാസികളെല്ലാം വിളിച്ചൊരു പ്രാർത്ഥന നടത്താം. നല്ല ഐഡിയ. ഞാനും അത് തന്നെ ഉദ്ദേശിച്ചേ. അതുകൊണ്ടാണ് മോനോട് പറഞ്ഞ ടിക്കറ്റ് എടുത്തിട്ട് ഡേറ്റ് പറയാൻ. അച്ഛനോട് നേരത്തെ ഡേറ്റ് പറയണമല്ലോ. ആരോ വരുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ പടിയൊക്കെ വടിയുടെ കാര്യമൊന്നും പറയാം. ഞങ്ങൾ പതിവായിട്ട് നടക്കാറുണ്ടല്ലോ, അതനുസരിച്ച് ഇറങ്ങുന്നതാണ്. പക്ഷേ ഒന്നും പറയണ്ട, ഇവർക്ക് നമ്മളെ ഈ പ്രഭാത സവാരിക്കാർക്കത് ഭീഷണിയായിട്ട് പാർട്ടികളുടെ റോഡ് അല്ലയോ വരും മുഴുവൻ. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതിരോധമായിട്ട് എടുത്തതാണ്. പിന്നെ അതിനെന്താ ഞങ്ങളുടെ വിശേഷമൊക്കെ ഇതൊക്കെ തന്നെയാണ്. രാവിലെ നടക്കാൻ ഇറങ്ങി എന്നാണ് ജാക്കോട്ടം പറഞ്ഞു അങ്ങോട്ടൊന്ന് കയറിയിട്ട് പോകണം, മുട്ടായിസാറിനെ കാണണം, മുട്ടായിസാറിനെ കാണണം. നന്നായി. അതുകൊണ്ട് വന്നതായിരുന്നു. രാവിലെ തന്നെ രണ്ടുപേരും നല്ല സന്തോഷത്തിലാണല്ലോ. എന്തോ വിശേഷം ഉണ്ടെന്ന് തോന്നുന്നു. സന്തോഷം തന്നെ. കാരണം മക്കൾ അങ്ങ് ഓസ്ട്രേലിയയിൽ അവരെപ്പോഴും വിളിക്കും. ഇപ്പോഴാന്നേരം ജോസ്മോൻ അങ്ങോട്ട് വിളിച്ച് നിർത്തിയേ ഉള്ളൂ. അതിനു മുമ്പ് ജോസിമോള് വിളിച്ചു. അവർ വിളിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ സന്തോഷം തന്നെ. പിന്നെ വേറൊരു സന്തോഷം കൂടെ. കാരണം മക്കള് കുടുംബമായിട്ട് വരുന്നുണ്ട്. ഞങ്ങളുടെ 60ാം വിവാഹ വാർഷികമല്ലയോ? 60ാം വിവാഹ വാർഷികം. മുടി പോലും നരച്ചിട്ടിരിക്കും. സത്യം പറഞ്ഞാൽ കല്യാണം ഇന്നലെയാണ് നടന്നെ പോകും. അതെ അതെ. അതുകൊണ്ടല്ലേ ഈ മുടി നരയ്ക്കാതെ രഹസ്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അത് പിന്നെ പറയണ്ട. മക്കളുടെയൊക്കെ മുടി കാണുമ്പോഴും അറിയാം, അവരുടെ നരച്ചിരിക്കുക. നമ്മളിങ്ങനെ കറപ്പിച്ച് ഉയർന്നേ ഉള്ളൂ. പിന്നെ വേറൊരു സന്തോഷമുള്ളത്,
അതാ വലിയ കാര്യം. മക്കൾക്ക് കൂട്ടായിട്ട് ലഭിച്ചവരും വളരെ സ്നേഹമുള്ളവരാണ്. ഒന്ന് ആലോചിച്ചാൽ മക്കളുടെ ഈ തിരക്കിൻ്റെ സമയത്തിൽ അവർക്ക് ഭയങ്കര ബിസിയല്ലേ. മാതാപിതാക്കളുടെ വിശേഷ ദിവസങ്ങളൊക്കെ അവർ ഓർത്തിരിക്കുന്നതെന്ന് പറയുന്നത് ദൈവാനുഗ്രഹം തന്നെ. രാവിലെ ഇറങ്ങിയതില്ലേ ഒരു കട്ടൻ കുടിക്കും. പിന്നെ പിള്ളേരെ വളർന്നു വന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ അല്ലേ. അതിൻ്റെ ഒരു നന്മയുണ്ടെന്ന് വെച്ചു. ലീലാമ്മയും സാറാമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. വീട്ടിലും എല്ലാവരും വിളിക്കുന്നുണ്ട്. എല്ലാവരും പിന്നെ ഇപ്പൊ ഈ വീഡിയോ കോളൊക്കെ ഉള്ളത് കാരണം അടുത്തിരുന്ന് സംസാരിക്കുന്നവരൊക്കെ കണ്ടോണ്ട് സംസാരിക്കാം. പിന്നെ മുല്ലപ്പൂമ്പടി ഏറ്റ് കിടക്കും കല്ലിനുമുണ്ടാകും സൗരഭ്യം എന്നല്ലേ പറയുന്നത്. ആ സാഹിത്യമൊക്കെ എപ്പോഴും ഉണ്ടല്ലേ. ഇച്ചിരി വേണമല്ലോ. പിന്നെ എന്നാല് രണ്ടുപേരുടെ വിവാഹ വാർഷികത്തിന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങളുടെ വിവാഹ വാർഷിക ആശംസകൾ പറയുന്നു. ഞങ്ങളെ എൻ്റെ ആശംസ പറഞ്ഞു. ശരി ശരി, താങ്ക് യു. ഓക്കെ, അപ്പം ഞങ്ങൾ ഇറങ്ങി. തീർച്ചയായും പോട്ടെ. എടി ശാന്തേ, നീ എന്തെടുക്കുക? ഞാൻ ദോശ ഇടുവാണ്. നീ ദോശ ഇട്ടു. പിള്ളേരെല്ലാരും വരുന്നുണ്ട് കേട്ടോ. അവര് വരുന്നു, അവർക്ക് ഇഷ്ടമുള്ളതല്ല ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. നിനക്കറിയാമല്ലോ അതൊക്കെ. എനിക്കതൊക്കെ അറിയാം കൊച്ചമ്മേ. നമ്മുടെ ജോസിമോന് കപ്പ വേവിച്ചതും ബീഫ് കറി ഇഷ്ടമാ. ജോസിമോൾക്കാണെങ്കിൽ മത്തി ഇരുമ്പക്കുളി ഇട്ട് പറ്റിച്ചതും എല്ലാം അവരുടെ ഇഷ്ടം എല്ലാം എനിക്കറിയാം കൊച്ചമ്മേ. ഞാനെല്ലാം ചെയ്തോളാം. ഈ കപ്പൂടെ എടുത്തോണ്ടാകാം കൊച്ചമ്മേ. ഒരു കാര്യം കൂടെ പറഞ്ഞേക്കണേ, എൻ്റെ വീടിന്റെ കാര്യവും പിള്ളേരുടെ കാര്യമൊക്കെ അവരെ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണേ. തീർച്ചയായിട്ടും അവരോട് പറയാം. നിനക്കറിയാമല്ലോ അവർക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. അവരത് സഹായിക്കും. ശരി. LDF പരസ്യ വിവാദത്തിൽ പരസ്യമായി സ്ഥലമിടം. US മിസൈൽ യുക്രൈനെതിരെ അണ്വായുധം പ്രയോഗിക്കുമെന്ന് റഷ്യ. കേട്ടോ ന്യൂസ് കേട്ടോ. എന്നും ഇതൊക്കെ തന്നെ ന്യൂസ്. പിന്നെ മക്കൾ എഴുന്നേറ്റില്ലേ? അവരെപ്പോഴേ എഴുന്നേറ്റു. ജോസ്മോനും ജോബിയും കൂടെ നടക്കാൻ പോയിരിക്കുക. സിസിയും ജോസിമോളും കൂടെ അടുക്കളയിലെ കാന്തയുടെ അടുത്തുണ്ട്. മക്കൾ വരുന്നുണ്ടോ? മക്കളെ നടക്കാൻ പോയിട്ടുള്ളവർ വരുന്നുണ്ട്. ചായ എടുത്തു. മക്കളെ നടക്കാൻ പോയിട്ട് ഇരിക്കേ. അപ്പത്തിനും അമ്മച്ചിക്ക് ഉറക്കമൊന്നുമില്ലേ? രണ്ട് മക്കൾ വന്നിട്ട് ഉറക്കമൊന്നുമില്ല. നേരത്തെ എഴുന്നേറ്റോ? നേരത്തെ ഒന്നും എഴുന്നേറ്റില്ല. ഞങ്ങൾ എഴുന്നേക്കുന്ന പോലെ എപ്പോഴും എഴുന്നേറ്റ്. നിങ്ങൾ നടക്കാൻ പോയിട്ട് പരിചയക്കാരെ വല്ലതും കണ്ടോ? കണ്ടോ? കണ്ടല്ലോ. ഞങ്ങൾ വെളിയിൽ നിന്ന് വന്നാൽ മിണ്ടാതെ പോരാൻ പറ്റൂ. രണ്ടു വാക്കുകൾ സംസാരിച്ചില്ല. അവർ പറയും എന്തോ പറയും. അത് വേണം. അതുകൊണ്ട് ഞങ്ങൾ അവരോടൊക്കെ സംസാരിച്ചിട്ട് പരിചയമുള്ളതെല്ലാം നമ്മൾ കീപ്പ് ചെയ്യാം. ഞാൻ ഒരു കാര്യം പറയാമല്ലോ. നമ്മുടെ അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ടേ. അച്ഛൻ വരുമ്പോൾ നമ്മുടെ ഭദ്രാസന പിരിവിനെ കുറിച്ചൊക്കെ പറയണേ. അതൊന്ന് കേട്ടോണം. അച്ചായ, അച്ഛൻ പ്രത്യേകം പറഞ്ഞതല്ലേ പിരിവെന്ന് പറയല്ലെന്ന്, സംഭാവന എന്ന് പറയണമെന്ന്. അതങ്ങ് മറന്നുപോയോ? അത് ശരിയാ. മക്കളെ, അച്ഛൻ പറയുമ്പം പിരിവെന്ന് പറഞ്ഞാൽ സംഭാവന തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് കുഴപ്പമില്ല. പിന്നെ ഞങ്ങളിപ്പോൾ ഓഷോയിലോ കാലിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഭദ്രാസനത്തിന്റെയും പള്ളിയിലും ഒക്കെ പിരിവ് കൊടുക്കേണ്ടതൊക്കെ നമ്മുടെ ചുമതലയില്ലേ പറ്റുക. അതിനകത്ത് അപ്പച്ചനമ്മച്ചി എന്തിനാ പറയാവുന്നത്? അതൊക്കെ നമ്മൾ കൊടുത്തോളൂ. അതൊക്കെ അച്ഛനോട് നമ്മൾ സംസാരിച്ചു. അത് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. അതൊന്ന് ഓർപ്പിച്ചതേ. അത് സാരമില്ല. വേണ്ട, അച്ഛൻ വരുന്നു. ഗുഡ് മോർണിംഗ് അച്ഛാ. എല്ലാവരും എത്തിയോ? എത്തിയോ അച്ഛാ? യാത്രാക്ഷീണമൊക്കെ മാറിയോ? മാറിക്കൊണ്ടിരിക്കുന്നു അച്ഛാ. താങ്ക് യു. ഞങ്ങൾ രണ്ടുപേരും കുടുംബമായിട്ട് വന്നുള്ളൂ. ബാക്കി കുഞ്ഞുങ്ങളൊന്നും കൊണ്ടുവന്നില്ല. കാരണം അവർക്ക് അവിടെ പരീക്ഷയും കോളേജിൽ പോകുമൊക്കെ വേണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കുടുംബമായിട്ട് ഇങ്ങോട്ട് പോകും. ഏതായാലും നിങ്ങൾ കുടുംബമായിട്ട് രണ്ടുപേരും കൂടെ വന്നല്ലോ, അത് തന്നെ വലിയൊരു സന്തോഷം. കാരണം ഈ കാലത്ത് മക്കൾ നാട്ടിലേക്ക് വരുന്നതൊക്കെ വളരെ കുറവാണ്. അഥവാ രണ്ടുപേരും കൂടെ വന്നാലും അത് വളരെ ചുരുക്കമാണ് വരവ്. അഥവാ വന്നാലും സൈറ്റ് സീയിങ്ങോ റിസോർട്ടിൽ താമസിച്ച് അടിച്ചു പൊളിക്കാനോ ഒക്കെയാണ് വരുന്നത്. ശരിയാ അച്ഛാ. അപ്പുറത്തെ അന്നാമ്മ അത് പറയാറുണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ മക്കൾ അങ്ങനല്ലല്ലോ എന്നറിയാൻ വെച്ച്. നമ്മുടെ മക്കള് ദൈവസ്നേഹത്തിൽ കൂടെ അല്ലേ വളർന്നത്. പോട്ടെ, അതൊക്കെ പോട്ടെ. നിങ്ങളിപ്പോഴും മെൽബണിൽ തന്നെയല്ലേ? അതെ. അവിടെ ഷോജേട്ടനല്ലേ ഇപ്പം? അച്ഛൻ മെൽബണിൽ 2 മർത്തോം പള്ളിയാവുള്ളൂ. അതാ ഷോജേറ്റിൽ ഇരിക്കുന്ന പള്ളിയിലാണ് ഞങ്ങൾ പോയി. ഓക്കെ.
സജിൻ ബേബി അച്ഛൻ ഇരിക്കുന്ന പള്ളിയിലാണ് ഇവര്. ചായ ഓക്കെ കുടിക്കാം. ഓക്കെ ഞാൻ കുടിച്ചതായിരുന്നു. കുഴപ്പമില്ല. ആ ഓക്കെ ഓക്കെ. ഈ രണ്ട് അച്ഛന്മാരും എൻ്റെ സുഹൃത്തുക്കളാണ്. ആ രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കളാണ്. നിങ്ങൾ ചെല്ലുമ്പോൾ എന്നെ കണ്ടെന്നും എൻ്റെ സ്നേഹാന്വേഷണം തീർച്ചയായിട്ടും അവരോട് പറയാം. പിന്നെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ മക്കളെ വളർത്തുമ്പോൾ സഭാസ്നേഹത്തിലും ദൈവകൃപയിലുമൊക്കെ ആശ്രയിച്ച് വളർത്തണം അവരെ. അത് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഗിഫ്റ്റാണ്. നിങ്ങളോടത് പറയേണ്ട കാര്യമില്ല, എങ്കിലും ഞാനത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിലും യുവൻസംഘത്തിലൊക്കെ വിടുന്നുണ്ടല്ലോ അല്ലേ? അവർ വളരെ ആക്റ്റീവാണ് അവിടെ. യുവൻ സെക്രട്ടറിയൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു. എല്ലാ ആഴ്ചയും പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ. കാരണം നമ്മൾ അവരെ വളർത്തിക്കൊണ്ട് വരുന്നത് അങ്ങനെയാണല്ലോ. പിന്നെ നിങ്ങളുടെ അച്ഛനും അമ്മച്ചിയും ഈ ഇടവയ്ക്ക് വളരെ ഒരു അനുഗ്രഹം, അവരുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് വളരെ അനുഗ്രഹം. അതുപോലെ നിങ്ങളുടെ മക്കളെയും ആ മാതൃകയിൽ നിങ്ങൾ വളർത്തിക്കൊണ്ട് വന്നാൽ അനേകർക്ക് അനുഗ്രഹവും തണലുമായിരിക്കും. ഈ അപ്പച്ചന ആ ഒരു രീതിയിലാണ് അമ്മച്ചി ഇവിടെ ജീവിച്ചു പോകുന്നത്. അത് നിങ്ങളും കണ്ട് പഠിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് അത് പറഞ്ഞു കൊടുക്കും കേട്ടോ. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ. ഓക്കെ, തീർച്ചയായിട്ടും കാണാം. അച്ഛാ ഒരു മിനിറ്റ്, ഇതേ മക്കൾ കൊണ്ടുവന്നത് കേട്ടോ. ഓ വേണ്ടായിരുന്നു. എന്നാൽ ഇരിക്കട്ടെ. ശരി, താങ്ക് യു. സന്തോഷത്തോടെ തന്നെ. ഓക്കെ. അയ്യോ മറിയാമേ, അച്ഛൻ ബാഗ് മറന്നു കേട്ടോ, ഞാൻ കൊടുത്തിട്ടില്ല. അച്ഛോ ബാഗ്. ഓക്കെ, താങ്ക് യു. മറിയാമേ, എന്തോ അങ്ങനെ ഒരു വിവാഹ വാർഷികം കൂടി സന്തോഷമായിട്ട് നടന്നു. പിള്ളേരൊക്കെ വന്ന് പ്രാർത്ഥനയെല്ലാം നടത്തി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പപ്പയും മമ്മി രാവിലെ തന്നെ എഴുന്നേറ്റില്ലോ? ആ മക്കളെ, നിങ്ങളിന്ന് പോവല്ലേ? അതുകൊണ്ട് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റത്. ഞങ്ങൾ വന്നത് 2 ആഴ്ചയായി. അമ്മച്ചിന്റെ വിവാഹ വാർഷികവും പ്രാർത്ഥനയും ക്രിസ്മസും എല്ലാം ആഘോഷം. അപ്പത്തിന് സന്തോഷത്തിലല്ലേ? പിന്നെ തീർച്ചയായും വളരെ സന്തോഷമായിരുന്നു. പിന്നെ നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഒരു പ്രധാന കാര്യം പറയാനാണ്. എന്താ അച്ഛ, അതെന്താണ് ഞങ്ങളോട് പറഞ്ഞു? നിങ്ങളെപ്പോഴും വിളിക്കുകയും വരികയും നമ്മൾ കണ്ട് സംസാരിക്കുകയും എല്ലാം ചെയ്യും അല്ലേ? ഇതിങ്ങനെ അങ്ങ് തുടർന്നാൽ മതി. ഞങ്ങൾക്ക് സന്തോഷം. അതുകൊള്ള ഇതൊക്കെ ഞങ്ങളുടെ കടമയല്ലേ അപ്പച്ച? പിന്നെ നമ്മുടെ അച്ഛനും പള്ളിക്കാരും എല്ലാം വന്ന് വിവരമൊക്കെ അന്വേഷിക്കുന്നതെല്ലാം ഉണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. എന്നാലും അപ്പച്ചനും അമ്മച്ചിക്കും പ്രായമായില്ല. അതിന്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചോ. എന്താ പപ്പയ്ക്ക് പറയാനുള്ളത്? തുറന്നു പറയാനോട് അവനെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഇപ്പോൾ റിട്ടയർമെന്റ് ഹോംസ് ഒക്കെ ഉണ്ട്. 24 hours സെക്യൂരിറ്റി, അതുപോലെ എല്ലാ ഫുഡ്സും അവൈലബിൾ, ഫുഡെല്ലാം അവൈലബിൾ ആണ്. അതുപോലെ ലൈബ്രറി ഉണ്ട്, പ്രാർത്ഥനാലയമുണ്ട്. അവിടെ നമുക്കറിയാവുന്ന താമസിക്കുന്നുണ്ട്. അമ്മച്ചി, ഈ അപ്പച്ചൻ എന്താ ഈ പറയുന്നത്? അത് അങ്ങനെയുള്ള സ്ഥാപനം നിങ്ങളൊക്കെ പറയുന്നത് ആരും അന്വേഷിക്കാനും വിളിക്കാനും ഒന്നും ഇല്ലാത്തവരെയാ അവിടെ കൊണ്ടാക്കുന്നത്. നിങ്ങളുടെ സാഹചര്യം അതല്ലല്ലോ. ഇല്ല മോളെ, അങ്ങനല്ല. ഇത് പണ്ടത്തെ അനാഥാലയമോ അല്ലെങ്കിൽ വൃദ്ധസദനമോ ഒന്നും പോലുള്ള സ്ഥലമല്ല ഇത്. അവിടെ മക്കളുടെ സാഹചര്യങ്ങളെ ശരിക്കും മനസ്സിലാക്കുന്ന മാതാപിതാക്കള് സ്വന്തം ഇഷ്ടത്താൽ അവിടെ പോയി താമസിക്കുന്നുണ്ട്. അവിടെ പിന്നെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. നിങ്ങൾക്ക് വരുമ്പോൾ അവിടെ ഞങ്ങളിവിടെ താമസിക്കുകയും ചെയ്യും. അമ്മച്ചി, നിങ്ങൾ ഈ താമസിച്ച വീട് ഉപേക്ഷിച്ച് വേറൊരു സ്ഥലത്ത് പോയി താമസിക്കുന്നെന്ന് പറയുന്നത് നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എന്റെ പപ്പായ്ക്കും മമ്മിക്കും ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് വേണ്ടിയത്. ഞങ്ങളുടെ കൂടെ അങ്ങ് ആശ്രയിച്ച് വരികയല്ലേ വേണ്ടിയത്. അവിടെ ആകുമ്പം മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ട്. അത് കൂടാതെ പള്ളിയും ഉണ്ടല്ലോ. മക്കളോടൊക്കെ അവസാനം സന്തോഷമായിട്ട് കഴിയുന്നതല്ലേ ഏറ്റവും നല്ലത്. അതും നല്ലത് തന്നെ. ഞാനൊരു കാര്യം പറയാം പച്ച, നിങ്ങൾ ഞങ്ങളെ ലാളിച്ച് സ്നേഹിച്ച് വളർത്തി. ഞങ്ങളിപ്പോൾ നല്ല പൊസിഷനിലാണ്. അപ്പം ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും അനാഥാലയത്തിലാണെന്ന് പറയുന്നത് ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലെന്ന് ചെയ്യും. ഞങ്ങൾക്ക് സഹിക്കാൻ നോക്കത്തില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ. മോനും പറ. അപ്പച്ചനും അമ്മച്ചിക്കും പാസ്പോർട്ട് ഉണ്ടല്ലോ? ഉണ്ട്. ഞാൻ പോയിട്ട് അപ്പച്ചനും അമ്മച്ചിക്കും വിസ എടുത്തിട്ട് നിങ്ങളെ രണ്ടുപേരെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാം. നമുക്കൊന്നിച്ച് അവിടെ സന്തോഷത്തോടെ കഴിഞ്ഞു വിടാം. അപ്പച്ചൻ എന്ത് പറയുന്നതിനെ കുറിച്ച്? മോനെ, അതിന് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എന്തോ അപ്പച്ച പറ. അങ്ങനെയല്ല. പിന്നെ ഇപ്പൊ ഫ്ലൈറ്റിൽ കയറി യാത്ര ചെയ്യാനും അവിടുത്തെ കാലാവസ്ഥ ജീവിക്കാനും ഒന്നും വയ്യ. അതുകൊണ്ടാണ്. പിന്നെ ശാന്തിക്കും പ്രായമായില്ലേ.
പണ്ടത്തെ പോലെ വീടും പറമ്പും നോക്കി നിർത്താനുള്ള ആരോഗ്യവുമില്ല ഞങ്ങൾക്ക്. മക്കളെ, നിങ്ങളൊക്കെ ഞങ്ങളെ എപ്പോഴും വിളിക്കുകയും വരികയൊക്കെ ചെയ്യുന്നതിന് വളരെ സന്തോഷമാണ്. ഇതിങ്ങനെ തുടർന്നാൽ മതി. അത് ഞങ്ങൾക്ക് സന്തോഷമായിട്ട് ഞങ്ങൾ അവിടെ താമസിച്ചോളാം. നിങ്ങളുടെ ജോലിയും കുഞ്ഞുങ്ങളുടെ ഭാവിയും കളഞ്ഞ് ഇവിടെ വന്ന് നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങളുടെ മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളതല്ലേ. അവർ ഞങ്ങളുടെ കൊച്ചുമക്കളല്ലേ. തീർച്ചയായിട്ടും ഈ വീടും സ്ഥലവും എല്ലാം ഞങ്ങൾ നിങ്ങളുടെ പേരിൽ എഴുതി തന്നിട്ട് റിട്ടയർമെന്റ് ഹോംസിലോട്ട് താമസം മാറ്റാമെന്ന് ഞങ്ങൾ വളരെ ആലോചിച്ച് എടുത്ത തീരുമാനമാണ്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഭവനം സ്വർഗത്തിന്റെ ഒരു കൊച്ചു പതിപ്പാണ്. അതിന്റെ കാരണം ദൈവത്തിന്റെ കൃപയും കരുണയും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും കരുതലും കൊണ്ട് മാത്രമാണ്. അതുപോലെ തുടർന്നു പോയി ദൈവം സഹായിക്കണമേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ മക്കളെ, നിങ്ങളെല്ലാവരും കേട്ടല്ലോ. ഇത് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ആലോചിച്ചെടുത്തൊരു തീരുമാനം. അവിടെ നിങ്ങൾ ഇന്ന് പോകണ്ടേ, നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം, എന്നിട്ട് സന്തോഷത്തോടെ പോകും. സന്തോഷമായിട്ട് സന്തോഷത്തോടെ പോകും. ഞങ്ങൾ സുഖമായിട്ടിരിക്കും. ചെന്നിട്ട് വിളിക്കണം മക്കളെ. ശരി ശരി ശരി, പോയി വാ. ദൈവം അനുഗ്രഹിക്കട്ടെ. അറിയാമേ, മക്കളൊക്കെ വന്നിട്ട് പോയല്ലേ. അവര് പോണ്ടേ, അവരുടെ മക്കളെ അനുഗ്രഹിക്കേണ്ട ദൈവം. ചെന്നിട്ട് വിളിക്കുക. പ്രിയമുള്ളവരെ, ഭവനാംഗങ്ങളുടെ പരസ്പരമുള്ള മനസ്സിലാക്കലുകളും വിട്ടുവീഴ്ചകളുമാണ് ഒരു ഭവനത്തെ ഇമ്പമുള്ള കുടുംബമാക്കുന്നത്. മറിയാമ്മയും മത്തായിച്ചനും എത്ര നന്നായിട്ടാണ് അവരുടെ എല്ലാം മനസ്സിൻ്റെ ഭാരത്തെ ലഘൂകരിച്ചത്. കൃപയോടെ പ്രായമാകുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ള തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത്. മത്തായിച്ചൻ്റെയും മറിയാമ്മയുടെയും മാതൃക സഭയായും സമൂഹമായും പിൻപറ്റാൻ ദൈവകൃപ ഇടയാക്കട്ടെ എന്ന ആശംസകളോടെ കാരയ്ക്കൽ സെൻറ് തോമസ് മാർത്തോമ ഇടവക വയോജന സംഘം കൂട്ടായ്മ. നന്ദി, നമസ്കാരം. ഓക്കെ, അവിടെ 2 മർത്തോമ്പള്ളിയാണ് ഉള്ളത്. അതുവഴി 2 മർത്തോമ്പള്ളി അറിയാമല്ലോ. ഓക്കെ ഓക്കെ. അത് യോജനത്തിൽ കൂടുന്ന പള്ളിയിലാണ് ഞങ്ങൾ കൂടും. സജിൻ ബേബി അച്ഛന്റെ പിന്നെ ഞാൻ പറയാം, രണ്ടാമത് ഞാൻ പറയണ്ട, ആദ്യം ഇയാൾ പറയാം, പിന്നെ ഞാൻ പറയാം. നിങ്ങളുടെ മത്തായിച്ചനെ അല്ല, സോറി അച്ഛാ, അവിടെ ഒത്തിരി എടാ വിജയ, എന്താടാ ദാസ, എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്ത? പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നെ അപേക്ഷിക്കുകയാണ്. സൂക്ഷിച്ചു നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല.